ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഇടപാടുകൾ പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലുള്ള ഭൂമിയുടെയും റിയൽ എസ്റ്റേറ്റ് വിവരങ്ങൾ പരിശോധിച്ചു. ഇന്നലെ ഫ്ളാറ്റിൽ നടന്ന പരിശോധനയിൽ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്ന് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന്, ഗുഡ് മോർണിംഗ്. ബംഗളൂരുവിലാണ് ഈ ഇടപാടുകളുടെയൊക്കെ രേഖകൾ കിടക്കുന്നത് എന്നുള്ള SITയുടെ നിഗമനം ശരിയാവുകയാണോ? സുജിയ, തീർച്ചയായും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് SIT പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാവിലെ ഏതാണ്ട് 9 മണി സമയത്താണ് സുജിയ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീരാംപുരയിലെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. 13 മണിക്കൂർ നീണ്ട പരിശോധനയായിരുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുന്നു. അവിടെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് നിർണായകമായ ചില രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ഭൂമി ഇടപാടുകളുടെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. കോടികളുടെ ഭൂമി ഇടപാടുകൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. അതിന്റെ രേഖകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം സുജിയ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ശ്രീരാംപുരയിലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഒരു പൂജാരി മാത്രമായിരുന്നു. ആ പൂജാരിയിൽ നിന്നാണ് ഇയാൾ കോടികൾ ആസ്തിയുള്ള ഒരാളായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇയാളുടെ ഈ വളർച്ച എന്നതിനെക്കുറിച്ചും കൃത്യമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത നൽകിയതാണ്. 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് SITക്ക് ഇന്നലെ അവിടെ നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞത്. ഇത് മുൻപേ ഉപയോഗിച്ചു വരുന്നതാണോ, ഇനി അതെല്ലാം പഴയ സ്വർണ്ണാഭരണങ്ങളാണോ എന്നതൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധന, ഈ സ്വർണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള പരിശോധനയൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ ഏതായാലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലാണ് ഭൂമി ഇടപാടുകൾ, ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ബെനാമി ഇടപാടുകൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായ ഒരു പരിശോധന അന്വേഷണ സംഘം നടത്തിയത്. അതിൽ ചില രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അന്വേഷണ സംഘം ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഈ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ ഒക്കെ വീട്ടിലെത്തിയുള്ള ഒരു പരിശോധന ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 2 സംഘങ്ങളായി അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ട SIT ടീമിൽ ഒരു ടീം പോയത് നേരെ ബെല്ലാരിയിലേക്കാണ്. അവിടെ റൊദ്ദം ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഏതാണ്ട് 400 ഗ്രാമോളം സ്വർണം, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ്, അത് സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതേസമയം തന്നെ സമാന്തരമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ശബരിമലയിലെ പരികർമ്മി എന്നുള്ള ഒരു മേൽവിലാസം അത് നല്ല രീതിയിൽ അവിടെ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഇടപാടുകൾ നടത്തി, അത് SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായും മറനീക്കി പുറത്തു വരുമ്പോൾ അതിന് കൂട്ടുനിന്നവർ ആരൊക്കെയാണ്, തന്ത്രിയെ എത്തിച്ച് പൂജ നടത്തിയതിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ വരെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ തന്ത്രിയുടെ പങ്കിലേക്ക് പൂർണ്ണമായും അന്വേഷണം എത്രത്തോളം എത്തും എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു.